ഹായ് മക്കളെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സൻറ്റേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. അതായത് എങ്ങനെയാണ് പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കാം, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ്, പിന്നെ PCG എന്താണെന്ന് പരിചയപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലായാലും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെയാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താം. അപ്പം എപ്പോഴും ഞാൻ പലപ്പോഴും പല ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് പറയാറുണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്, ആ രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് അങ്ങനെ പറയുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഒറ്റയ്ക്ക് തന്നെ ചെയ്തു നോക്കാം. അപ്പം ഞാനൊരു 10 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്ന പോലെയല്ല, നിങ്ങളൊരു 2 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, അതിനാണ് എഫക്റ്റ് കൂടുതൽ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ തിങ്കിങ് എബിലിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണുള്ള കാര്യം. അപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംസാരമൊക്കെ നിർത്തി ക്ലാസ്സിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻ എ സർട്ടേൺ സ്കൂൾ 2022 ചോദിച്ച ചോദ്യമാണ്. ഇൻ എ സർട്ടേൺ സ്കൂൾ 25% ഓഫ് സ്റ്റുഡൻസ് ആർ ബിലോ 6 years of age. എന്താണ് മനസ്സിലായില്ലേ? ഒരു സ്കൂളുണ്ട്, അതിൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പെർസെൻറ്റേജ് എന്താണ്? 25% ആണ്. ഓക്കെ സാറേ, കുഴപ്പമില്ല. ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അബവ് 6 years of age ഈസ് 1/3 ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years age വിച്ച് ഈസ് 72. ആ പറഞ്ഞതൊന്ന് കറക്റ്റായിട്ട് ഒരു ഇക്വേഷൻ ആക്കാൻ കഴിഞ്ഞാൽ കഴിഞ്ഞ് പരിപാടി സോൾവ് ആയി. പിന്നെ വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടി നോക്കാം. ഇൻ ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് അബവ് 6 years, അതായത് 6 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എന്താണ്? 1/3 ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years age. അതായത് 6 വയസ്സുള്ള കുട്ടികളുടെ എണ്ണം ഉണ്ടാവുമല്ലോ, അതിന്റെ 1/3 എടുത്താൽ നിങ്ങൾക്ക് 6 വയസ്സിൻ്റെക്കാളും കൂടുതൽ വയസ്സുള്ള കുട്ടികളുടെ എണ്ണം കിട്ടും എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും, സാധനം കിട്ടും. ഓക്കെ, വാട്ട് ഈസ് ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. കുഴപ്പമില്ല, ഫൈൻ. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരൊറ്റ കാര്യം നമുക്ക് മനസ്സിലായി. ഈ സ്കൂളിൽ 3 ടൈപ്പ് ഓഫ് കുട്ടികളാണുള്ളത്. എന്ത്? ഒന്നുകിൽ 6 വയസ്സിന് കുറവുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ 6 വയസ്സുള്ള കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും 6 വയസ്സിനേക്കാളും കൂടുതൽ പ്രായമുള്ള കുട്ടികളായിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഞാൻ എന്തെന്ന് കൊടുക്കാം? N(B), അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബിലോ 6 years. അത് ഷോർട്ടായിട്ട് എഴുതിയാണ് N(B). നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ N(6) എന്ന് കൊടുത്താൽ 6 വയസ്സുള്ള കുട്ടികളുടെ നമ്പർ. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത് N(A) എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോവ് എത്ര വയസ്സാണ്? 6 വയസ്സ്. 6 വയസ്സിനേക്കാൾ കൂടുതലുള്ള. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കണം. ഇൻ എ സർട്ടൻ സ്കൂൾ 25% ഓഫ് സ്റ്റുഡൻസ് ആണ് എന്ത്? 6 വയസ്സിന് താഴെയുള്ള. അതായത് ഇതെന്താണ്? 25 ബിലോ ആണല്ലോ, അത് 25% ആണ്. ഇതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് താരം. ഓനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത്രയും പറഞ്ഞതൊക്കെ ആർക്ക് വേണമെങ്കിലും എഴുതാൻ പറ്റും. ആ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഫോർമുലയിലേക്ക് ആക്കിയാൽ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അപ്പൊ നോക്ക്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോവ് 6 years അതെന്താന്ന് പറഞ്ഞത്? ഈസ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എബോവ് 6 years എന്ന് പറയുമ്പോൾ N(B) അല്ലല്ല, N(A). എബോവ് ആണ്, എബോവ് ആകുമ്പോൾ A അല്ലേ. ഈസ് എന്ന് പറഞ്ഞാൽ മാക്സിമം എന്താണ്? ഈക്വൽ ടു ആണ്. ഈസ് 1/3 ഓഫ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years. എന്താണ്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years 1/3 ഓഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഓഫ് എന്ന് പറയുന്നതാണ് മൾട്ടിപ്ലിക്കേഷൻ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years എന്താണ്? N(6) ആണ്. 6 വയസ്സുള്ള കുട്ടികളുടെ എണ്ണം എന്താണ്? N(6) ആണ്. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years വിച്ച് ഈസ് 72. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് 6 years വിച്ച് ഈസ് 72 എന്ന് പറഞ്ഞാൽ ഈ N(6) എന്താണ്? 72 ആണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. 6 വയസ്സുള്ള കുട്ടികളുടെ എണ്ണം, ഈ N(6) എന്താണ് മക്കളെ? ഇതെന്താണ്? ഇത് 72 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി സ്കൂൾ? ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കിട്ടാൻ എന്ത്? നമുക്കൊരു കാര്യം അറിയാം, ഇയാളെയും പിടിച്ച് ആഡ് ചെയ്താൽ പോലെ മതി. ഈ N(6) കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് 72. അങ്ങനെയാണെങ്കിൽ N(6) 72 ആണെങ്കിൽ N(A) കണ്ടുപിടിച്ചൂടെ? പറ്റും. എന്താണ്? N(A) ഈക്വൽ ടു എന്താണ്? 1/3 ഇൻറ്റു N(6). N(6) എത്രയാണ്? 72. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? 24. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ N(A) എടാ N(6) ആയി, N(A) ആയി. ഇതെത്രയാണ്? 24 അല്ലേ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, കിട്ടും. N(B) എന്ന് പറഞ്ഞാൽ 25% ആണെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടി എത്ര കിട്ടാം? പല ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ടാവും. എത്ര കിട്ടുക? 75% കിട്ടുക. കാരണം ഇത് ടോട്ടൽ 3 കൂടി കൂട്ടി എന്തേ വരുള്ളൂ? 100% വരുള്ളൂ. ടോട്ടൽ എപ്പോഴും 100% ആണ്. അപ്പൊ ഇത് മാത്രം 25 എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ രണ്ടെണ്ണം കൂടി കൂട്ടി എന്തേ വരുള്ളൂ? 75% വരുള്ളൂ. അതായത് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടുന്ന 72 + 24 = 96. ഈ 96 എന്ന് പറഞ്ഞാൽ എന്താണ്? 75% ആണ്.
ഇതാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ് പരിപാടി. ഇനി എന്താണ് 75% 96 ആണെങ്കിൽ 100% എത്ര കണ്ടുപിടിക്കാനൊക്കെ ആർക്കും പറ്റും അല്ലെ. എന്താണ് 100% ആണ് എന്ത് ടോട്ടൽ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ മാക്സിമം, ആ രീതിയിലൊക്കെ പല രീതിയിൽ കാണാം. അപ്പൊ ഇവിടെ ടോട്ടൽ നമ്പർ ആണ് ചോദിച്ചത്. അപ്പൊ 75 എങ്ങനെ 100ലേക്ക് എത്താം? ആദ്യം ഒരു /3 ചെയ്യാം അല്ലെ. ഒരു മിനിറ്റ്, /3 ചെയ്യുന്ന സമയത്ത് എന്തൊരു 75/3 25% എത്തും. അപ്പം ഇവിടെ /3 ചെയ്യുന്ന സമയത്ത് 96/3 എത്രയാണ്? 32. ടീക്ക്. അനി നമുക്ക് 100ലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ×4 25 × 4 എത്രയാണ്? 100%. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ×4 32 × 4 എന്ന് പറയുമ്പോൾ 128. അപ്പൊ എന്താണ് 128. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും ആദ്യമായിട്ട് കാണുന്നത് ആയതുകൊണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി തന്നെയാണ്. ഓക്കെ, അത് സെറ്റായി വരും, കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം നോക്കടാ. തിങ്ക് അബൌട്ട് എ വാച്ച് ദാറ്റ് ഗെറ്റ്സ് 10 minutes faster every day. What percentage does it increase in this speed എന്നുള്ളതാണ്. അതായത് നമ്മുടെ അടുത്ത് എന്തുണ്ട്? വാച്ച് ഉണ്ട്. ഈ വാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും 10 മിനിറ്റ് ഫാസ്റ്റർ ആയിട്ട് വരികയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വാച്ചിന്റെ സ്പീഡ് കൂടും അല്ലേ. അപ്പൊ ആ സ്പീഡ് എത്ര % ആണ് കൂടുക എന്നുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ, അതായത് ഒരു വാച്ച് അല്ലെങ്കിൽ എന്താ ഒരു ക്ലോക്ക്, അതിൽ ടൈം 10 മിനിറ്റ് കൂടുക അല്ലെങ്കിൽ അരമണിക്കൂർ കുറയുക, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിന് കാണാറുണ്ട്. അപ്പോൾ ഇതിനൊരു ഫോർമുല ഉണ്ട്. എന്താ ഫോർമുല? പെർസെൻറ്റേജ്. നമുക്ക് ആക്ച്വലി നമ്മൾ പഠിച്ച സാധനം തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലേ ചോദിച്ചേ? പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ ഫോർമുല ഏതാണ്? ഇൻക്രീസ് ഇൻ ടൈം ഡിവൈഡഡ് ബൈ ഒറിജിനൽ ടൈം ×100. ആക്ച്വലി ഇത് നമ്മൾ പഠിച്ചൊരു ഫോർമുല തന്നെയാണ്. ഏതാണ്? നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഒരു ഫോർമുല പഠിച്ചിരുന്നല്ലോ. എന്താ പെർസെൻറ്റേജ് ചേഞ്ചിന്റെ ഫോർമുല? അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ×100 അല്ലെ. പെർസെൻറ്റേജ് ചേഞ്ച് അല്ല, അബ്സല്യൂട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായ ഒരു ഇൻക്രീസ്. ഇവിടെ അതന്നെ ഞാൻ എഴുതിയ ഇൻക്രീസ് ഇൻ ടൈം, ഒറിജിനൽ ക്വാണ്ടിറ്റിന്റെ പകരം ഒറിജിനൽ ടൈം, ഒറിജിനൽ എത്ര ആയിരുന്നു ആ ദിവസം ഉണ്ടാവുന്ന ടൈം എന്നുള്ളത് ×100, ആ ഒരു രീതിയിൽ. ഇതാണ് ഒരു ബേസിക് ആയിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിന് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇൻക്രീസ് ഇൻ ടൈം എത്രയാണ്? ഓരോ ദിവസവും 10 മിനിറ്റ് വെച്ചിട്ടാണ് കൂടുന്നത്. അപ്പൊ ഇൻക്രീസ് ഇൻ ടൈം എത്രയാണ്? 10 മിനിറ്റ് ആണ്. പിന്നെ ഒറിജിനൽ ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ദിവസത്തിൽ, നമ്മൾ ഒരു ദിവസത്തിന്റെ കണക്കാണ് നോക്കുന്നത്. ഒരു ദിവസത്തിൽ എത്ര % ഇൻക്രീസ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസത്തിൽ, സാധാരണ ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. കാര്യം ഇവിടെ മുകളിൽ മിനിറ്റ് ആണ് എടുത്തത്. അപ്പോൾ താഴത്ത് നമ്മൾ നോക്കണം എത്ര മിനിറ്റ് ഉണ്ടെന്നുള്ള. ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ്? 24 മണിക്കൂർ. ഓരോ മണിക്കൂറിൽ എത്ര മിനിറ്റ് ആണ്? 60 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ 60 മിനിറ്റ് ആണെങ്കിൽ 24 മണിക്കൂറിൽ 24 × 60 1440 മിനിറ്റ് എന്ന് വരും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി, കിട്ടും. ഇപ്പൊ ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ആണ്? 1440. ഇപ്പൊ ഇതാണെന്ത്? ഒറിജിനൽ ടൈം ×100. ഓക്കെ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആയിക്കോളുന്നില്ല. ഇപ്പൊ ഇവിടെ ഒരു എന്താ പറയുന്നത് 10 മിനിറ്റ് ഫാസ്റ്റർ ആയി എന്നുള്ള രീതിയിലാണ് വരുന്നത്. ചിലപ്പോൾ എന്തുവാം? സ്ലോയർ, ആ ഒരു രീതിയിലും വരാം. അപ്പൊ ആ ഒരു സമയത്ത് ഇവിടെ ഇൻക്രീസിന്റെ പകരം എന്തായിട്ട് വരും? ഡിക്രീസ്. ആ ഒരു സംഭവം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ആ രീതിയിൽ തരികയാണെങ്കിൽ ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ല ഉണ്ടാവുക, പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം. ഫാസ്റ്റർ ആകുമ്പോൾ ഇൻക്രീസ് ആണ്, സ്ലോവർ ആകുമ്പോൾ ഡിക്രീസ് എന്നുള്ളൊരു സംഭവം. ഒന്നുമില്ല, നോക്കടാ. ഇതും ക്യാൻസൽ ആയിപ്പോയി. പിന്നെ മുകളിൽ ഒരാള് 100 ഡിവൈഡ് ബൈ 144 അല്ലേ. ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇതിന്റെ പകുതി എടുത്താൽ 50, ഇതിന്റെ പകുതി എടുത്താൽ എത്രയാണ്? 72. വീണ്ടും ഇതിന്റെ പകുതി എടുത്താൽ 25, ഇതിന്റെ പകുതി എടുത്താൽ 36. ആൻസർ അതാണ് 25/36 ആണ്. ഇതൊരു ഫോർമുല കേട്ടോ, അത് നോട്ട് ചെയ്ത് ഈ ഒരു ഫോർമുല. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ. അടുത്ത് നല്ല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളൊരു PCGന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്താ ചോദ്യം? വാട്ട് ഈസ് ദി എക്സാക്ട് പെർസെൻറ്റേജ് ഓഫ് പേ കട്ട് വിച്ച് വുഡ് കൗണ്ടറാക്ട് ദി 20% റൈസ്? വിചാരിക്കടാ, നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കമ്പനീൻ്റെ മുതലാളി നല്ലൊരു റൈസ് തരികയാണ്. അതായത് നിങ്ങൾക്ക് സാലറിയിൽ ഒരു ഇൻക്രിമെന്റ് തരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം 20% ഇൻക്രീസ് തന്നു, റൈസ് തന്നു. അപ്പോൾ അതിനെ കൗണ്ടറാക്ട് ചെയ്യണമെങ്കിൽ, കൗണ്ടറാക്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ
എന്താണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക എന്നുള്ളൊരു മീനിങ് ആണ്. അതായത് നമ്മൾ എപ്പോഴും പി സി ജി ആട്ടെ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റിന്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ 100 ഉണ്ടായിരുന്നെങ്കിൽ അത് 20% കൂട്ടി, മുതലാളി 20% കൂട്ടി തന്നു, 20% റൈസ് വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 20% റൈസ് എന്ന് പറയുമ്പോൾ 20% കൂടി അല്ലേ. അപ്പൊ +20 എന്തായിട്ട് മാറും 120. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇതിൽ എത്ര കട്ട് വന്നിക്കുകയാണെങ്കിലാണ് ഇത് കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഈ കൗണ്ടറാക്ട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്രയുള്ള മീനിങ്, നമുക്ക് ആ ഒരു മാറ്റം ഇല്ലാതിരിക്കുക എന്നുള്ളൊരു സംഭവം. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ തന്നെ എപ്പോഴാണ് എത്തിച്ചേരുക, എത്ര ശതമാനം കുറഞ്ഞാലാണ് തുടക്കത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളൊരു മീനിങ് ആണ് കൗണ്ടറാക്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ 120 എങ്ങോട്ടേക്ക് തന്നെ എത്തണം, 100ലേക്ക് തന്നെ എത്തണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും 120 100ലോട്ട് എത്താം. അതായത് എത്ര പേ കട്ട്, നിങ്ങളുടെ സാലറിയിൽ എത്ര കട്ട് വന്നാലാണ്, എത്ര പെർസെൻറ്റേജ് കട്ട് വന്നാലാണ് 120 നിന്ന് 100ലോട്ട് എത്തുന്നത്. സിമ്പിൾ ആണ്, എല്ലാവർക്കും ഇപ്പോൾ ചെയ്യാൻ പറ്റും. ഇതിന്റെ പെർസെൻറ്റേജ് ചേഞ്ച് എത്രയാണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഈക്വൽ ടു അബ്സല്യൂട്ട് ചേഞ്ച് എത്രയാണ്? 20 അല്ലേ, ഡിവൈഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100. 0 പോയില്ലേ, പോയി അല്ലേ. പിന്നെ അല്ലേ വേണ്ട, ഓക്കെ അവിടെ നിന്നോട്ടോ. ഇതിന് പതിരുത്താൽ 10, ഇതിന് പതിരുത്താൽ 6. അപ്പം 100 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. അപ്പോൾ 100 ഡിവൈഡ് ബൈ 6. 100 ഡിവൈഡ് ബൈ 6 എന്ന് പറഞ്ഞൊരു ആൻസർ അവിടെ ഇല്ല, ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 1 എന്ന് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഡിവൈഡ് ചെയ്ത സമയത്ത് 10/6 എത്രയാണ്? 1. അപ്പോൾ ബാലൻസ് എത്ര വരും? 40 എന്ന് വരും അല്ലേ. അപ്പോൾ 40 എന്ന് വരുമ്പോൾ 40 എത്ര 6 ഉണ്ട്? 6 × 6 36. ഇപ്പോൾ റിമൈൻഡർ 6 × 6 36 ആണല്ലോ. റിമൈൻഡർ എന്താണ്? 4 ആണ്. ആ 4 ഉള്ള റിമൈൻഡർ ഇവിടെ വെക്കാം, ഡിവൈഡഡ് ബൈ ഈ താഴെയുള്ള ആളെ ഇവിടെ ഇതാ. ഞാൻ ഒന്നുകൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇപ്പൊ 3/2 ഒക്കെ ആണെങ്കിൽ നമ്മൾ തയ്യില്ലേ, 3ൽ എത്ര 2 ഉണ്ട് നോക്കും, 1. എന്നിട്ട് റിമൈൻഡർ ബാക്കി വരുന്നത് എത്രയാണ്? ഇവിടെ ഇതും 1. എന്നിട്ട് ഡിവൈഡ് ബൈ ഈ താഴത്ത് എന്താണുള്ളത് ഇത് ഇവിടെ. അത് ബേസിക് സാധനമാണ്. നമ്മൾ എന്താ പറയാ, ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് ആക്കാൻ പറയും. കേട്ട് പേടിക്കൊന്നും വേണ്ട, ഒന്നുമില്ല, ഈ പരിപാടി ചെയ്യാം. ഇങ്ങനെയൊക്കെ കിട്ടി, ഈ ഉത്തരം ഇതിലില്ല, എന്താ ഇപ്പൊ ചെയ്യാം? 16 4/6. പക്ഷെ ഇതിലുണ്ട്. എന്ത് ചെയ്താൽ മതി? ഈ 4/6 സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ 4/6 2 ആക്കുക, ഇതിനെന്താക്കുക 3 ആക്കുക. അപ്പൊ 16 2/3. അതായത് 120 നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ അവിടെ എത്ര പെർസെൻറ്റേജ് ആണ് കുറയുന്നത്? 16 2/3% കുറയാണ് ചെയ്യുന്നത്. ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് കൗണ്ടറാക്ട് ചെയ്യാറുണ്ട് 120 നിന്ന് 100ലോട്ട് എത്തണം. അപ്പൊ 120 നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുന്ന സമയത്ത് 16.2/3% കുറയാണ്, അല്ലെങ്കിൽ പേ കട്ട് വരികയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ലെങ്ത് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാവണം. While purchasing one item costing 600, I had to pay sales tax at 6% and on another costing 16,000 sales tax was 10%. അതായത് 2 സാധനങ്ങളാണ് വാങ്ങുന്നത്. ആദ്യത്തെ സാധനം എന്ന് പറയുകയാണെങ്കിൽ 600 രൂപയാണ്. ആ സാധനത്തിന് മേലെ ഇയാൾക്ക് എന്താണ് 6% ടാക്സ് വരുന്നത്. 6% ഓഫ് 600 പ്രശ്നമില്ലല്ലോ. രണ്ടാമത്തേല് കോസ്റ്റിംഗ് 16,000 സെയിൽസ് ടാക്സ് വാസ് 10%. രണ്ടാമത്തെ സാധനം 10% ആണ് നമുക്ക് എന്ത് വരുന്നത്? ടാക്സ് വരുന്നത്. എന്തില്? 16,000. കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ടോട്ടൽ ടാക്സ് അടയ്ക്കുന്നുണ്ടല്ലോ, ആ ടോട്ടൽ സെയിൽസ് ടാക്സിന്റെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എത്ര ടാക്സ് അടിക്കുന്നത് നോക്കണം. 6% ഓഫ് 600 എന്ന് പറയുമ്പോൾ എത്ര വരും? ചെയ്ത് നോക്കിയാൽ മതി. 6% ഓഫ് 600 എന്ന് പറയുമ്പോൾ എത്ര വരിക? 36 അല്ലേ വരിക? 36 അല്ലേ, 36. ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. 6/100 ഇൻറ്റു, മനസ്സിലായില്ലേ? ആ സുറയും ക്യാൻസൽ ആയിപ്പോ. ഇനി 10% ഓഫ് 1600 എന്ന് പറയുമ്പോൾ എന്താ വരിക? അല്ല സോറി, 16,000 അല്ലേ. അപ്പൊ അതിന് 10% എന്ന് പറയുമ്പോൾ 1600 എന്ന് വരും. അപ്പൊ ടോട്ടൽ ഇയാൾ എത്ര ടാക്സ് അടയ്ക്കുന്നത്? 36,000 1600, അതായത് 1636 രൂപയാണ് ഇയാൾ ടോട്ടൽ ടാക്സ് അടയ്ക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല. നമ്മളോട് ആ ടാക്സിന്റെ പെർസെൻറ്റേജ് എത്ര എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ പെർസെൻറ്റേജ് ഇട്ടാൽ എന്താ മതി? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ കിട്ടിയത് ബൈ ടോട്ടൽ ഡിവൈഡ് ബൈ 100. കിട്ടിയത് എത്രയാണ്? ടാക്സിന്റെ പെർസെൻറ്റേജ് ടാക്സ് കിട്ടിയത് എത്രയാണ്? 1636. ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര ആയിരുന്നു ഉണ്ടായിരുന്നത്? 16,600. ഇതാണ് ഇയാൾ കൊടുത്ത പൈസന്റെ ഒരു പെർസെൻറ്റേജ് ആണല്ലോ ടാക്സ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ 16,600 എന്ന് പറയുമ്പോൾ 16,600
600 ഇൻറ്റു 100. 0 പോട്ടെ, 0 പോട്ടെ അല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ ചെയ്ത് വെറുതെ സമയം കളയുന്നില്ല. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് കിട്ടും? 9.9. എക്സാക്റ്റ് ആയിട്ട് കിട്ടൂല, ഒരു ഏകദേശം 9.9. ഇതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 9.854 ആ രീതിയിലാണ് വരുന്നത്. അപ്പം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് മക്കളെ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു ഞാൻ മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റീലിന്റെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് കണ്ടൊരു രസമാണ്. അപ്പം പെട്രോളിനൊക്കെ നല്ല വില കൂടുന്നൊരു സമയം. അപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ്, ന്യൂസ് റിപ്പോർട്ടറൊക്കെ ഒന്ന് ചോദിക്കുകയാണ്, എല്ലാവരോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ വില കൂടിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആ ഒരു സംഭവം. അപ്പോൾ ഇയാൾ നല്ല കാര്യമായിട്ട് ഇയാൾ സീരിയസ് ആയിട്ട് പറയാണ്, എന്ത്, ഞാൻ പണ്ട് 100 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്, എനിക്ക് ഇപ്പോഴും 100 രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. ഇയാളതെന്തോ കാര്യമായിട്ട് വരാം. ഇതിന്റെ കമന്റ് സെക്ഷൻ ഫുള്ള് ട്രോളായിരുന്നു. അതായത് പണ്ട് 100 രൂപക്കാണ് അടിക്കുന്നത്, ഇപ്പോഴും 100 രൂപക്കാണ് അടിക്കുന്നത്. പക്ഷെ അയാൾ മനസ്സിലാക്കുന്നില്ല, പണ്ട് ഇപ്പൊ 100 രൂപയ്ക്ക് കിട്ടിയ അത്ര നമുക്ക് ഇപ്പൊ കിട്ടൂല, കാര്യം സാധനത്തിന് വില കൂടുന്നുണ്ട്, ആ ഒരു കാര്യം. അപ്പൊ അതന്നെയാണ് ബേസിക്കലി ഇവിടെയും വരുന്നത്. ആ ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, സാധനത്തിന് വില കൂടുമ്പോൾ പണ്ട് 100 രൂപയ്ക്ക് വാങ്ങിയത്ര നമുക്ക് ഈ ഒരു സമയത്ത് 100 റുപ്പീസിന് വാങ്ങാൻ കഴിയൂല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത്, ഇഫ് ദി ഷുഗർ പ്രൈസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, ബൈ ഹൗ മച്ച് പെർസെന്റ് കൺസംഷൻ ഷുഡ് ബി റിഡ്യൂസ്ഡ് സോ ദാറ്റ് എക്സ്പെൻസ് റിമെയിൻസ് സെയിം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് പഞ്ചസാരന്റെ വില എത്ര വെച്ച് കൂടുന്നുണ്ട്? 25% വെച്ച് കൂടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പെർസെൻറ്റേജ് കൺസംഷൻ, നമ്മൾ ഉപയോഗിക്കുന്നത് എത്ര ശതമാനം കുറച്ചാലാണ് നമ്മളുടെ എക്സ്പെൻസ് പണ്ടത്തെ പോലെ തന്നെ നിൽക്കുക എന്നുള്ള. അതായത് പണ്ട് ഇപ്പം 100 രൂപക്കാണ് വാങ്ങിയതെങ്കിൽ നമ്മൾ ഇപ്പോഴും എന്ത് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ? 100 രൂപക്ക് തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എക്സ്പെൻസ് റിമെയിൻസ് ദി സെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പണ്ട് 100 രൂപക്കാണ് വാങ്ങിയതെങ്കിൽ ഇപ്പം 100 തന്നെ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ വരണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, പൈസ കൂടുന്നുണ്ട്, സാധനത്തിന് വില കൂടുന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, എന്ത് ചെയ്യണം? ഉപയോഗിക്കുന്നത് കുറയ്ക്കണം. ഉപയോഗിക്കുന്നത് കുറച്ചാലാണ് മറ്റേ പണ്ട് ഉപയോഗിച്ച അതേ എക്സ്പെൻഡിച്ചർ ഇപ്പോഴും ആവുകയുള്ളൂ. ഓക്കെ, എന്താണ്? PCG ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഒരു സാധനത്തിന് വില കൂടുന്നുണ്ട്, കൺസംഷൻ, ഈ പ്രൈസും കൺസംഷനും റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ആക്ച്വലി PCG 3 ആണ്, പ്രൊഡക്റ്റ് കൺസിസ്റ്റൻസി ആപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട, ഞാൻ കാര്യം പഠിപ്പിച്ചുതരാം. വെറുതെ തിയറി ഒന്നും നോക്കി സമയം കളയണ്ട. അപ്പോൾ നോക്കുന്നത് നമ്മൾ തുടക്കത്തിൽ എപ്പോഴും എന്ത് തന്നെയാണ്? 100 ആണ്, കുഴപ്പമില്ല. 100 ഷുഗറിന്റെ പ്രൈസ് എത്രയാണ്? 100. അപ്പൊ 25% കൂടി മക്കളെ, കൂടട്ടെ, 25% കൂടി. അപ്പൊ 100-ന് 25% കൂടി എന്ന് പറയുമ്പോൾ എന്തായി മാറി? 125. നമ്മളോട് എന്താടാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എക്സ്പെൻസ് സെയിം ആക്കി നിലനിർത്തണം. അതായത് 125 പറ്റൂല, വില കൂടിക്കുകയാണെങ്കിൽ 125 പറ്റില്ല. നമുക്ക് എന്തായാലും പറ്റുള്ളൂ, നമ്മൾ തുടക്കത്തിൽ കൊടുത്ത 100 രൂപ തന്നെ കൊടുക്കുകയുള്ളൂ. നമ്മളെ പെട്രോളിന്റെ കഥ പറഞ്ഞ പോലെ തുടക്കത്തിലും ആദ്യം 100 രൂപ, പിന്നെ 100 രൂപ. അതായത് ഈ 125 നമ്മൾ എന്തിലേക്ക് എത്തിക്കണം? 100ലേക്ക് എത്തിക്കണം. അങ്ങനെ 125 100ലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞ ഒരൊറ്റ വഴിയല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ കൺസംഷൻ കുറയ്ക്കണം അല്ലെ? നമ്മൾ പണ്ട് ഇപ്പൊ ഒരു 5 കിലോഗ്രാം വാങ്ങിയെങ്കിൽ ഇപ്പൊ 3 കിലോഗ്രാമേ വാങ്ങാൻ പറ്റുള്ളൂ. അതാണ് മനസ്സിലാക്കണ്ടേ. അപ്പോൾ ഈ 125 നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്? കൺസംഷൻ കുറയ്ക്കണം, സാധനത്തിന്റെ ഉപയോഗം കുറയ്ക്കണം, കൺസംഷൻ റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇവിടുന്ന് 125 നിന്ന് 100ലോട്ട് എത്തുക എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജാണ് കുറയുന്നത്? സിമ്പിൾ അല്ലേ? എന്താണ് പെർസെന്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്കറിയില്ലേ? പെർസെന്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് ചേഞ്ച് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ക്വാണ്ടിറ്റി ഇൻറ്റു 100. എത്രയാണ്? 5 അല്ലേ? അപ്പോൾ 20. അപ്പോൾ 125 നിന്ന് 100ലോട്ട് എത്തുക പറയുമ്പോൾ 20%. മനസ്സിലായോ? അതായത് 20% നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗം കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ 125 നിന്ന് 100ലോട്ട് എത്തും. ഓക്കെ, ഇപ്പം ആൻസർ എന്താണ്? 20%. ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ആ ഒരു കാര്യം ഇതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇതിപ്പം പല ബുക്കിലൊക്കെ നോക്കുന്ന സമയത്ത് എക്സും അല്ലെങ്കിൽ നിങ്ങൾ വല്ല AI ടൂൾസ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിലൊക്കെ അവിടെ ഈ ഒരു മെത്തേഡല്ല, അവിടെ എക്സും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ആൻസർ പറഞ്ഞുതരാം. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, PCG ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? PC എന്ന് പറഞ്ഞാൽ ബേസിക് എടുത്തോളൂ. നമ്മൾ 100ൽ നിന്ന് തുടങ്ങും. എന്ത് പറഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുള്ളൂ? 100ൽ നിന്നിട്ട് തുടങ്ങും. പിന്നെ ബാക്കിയുള്ളത് ഉത്തരം എത്തിക്കോളും. മനസ്സിലായില്ലേ? അപ്പൊ അത് മനസ്സിലാക്കട്ടെ. അടുത്ത ദിവസം നോക്കണം. സാലറീസ് ഓഫ് രവി, അനിൽ ആൻഡ് കവിത ആർ ഇൻ ദി റേഷ്യോ എത്രയാണ്? 1:3:6 ആണ്. ആക്ച്വലി ഞാനിത് റേഷ്യൻ പ്രപ്പോർഷനിൽ പറയുന്നൊരു കാര്യമാണ്. ബേസിക്കായിട്ട് നമുക്ക് വളരെ ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ മനസ്സിലാക്കുക, രണ്ടാൾക്കാരുടെ റേഷ്യോ പ്രപ്പോർഷനിലെ കാര്യം കേട്ടോ. രണ്ടാൾക്കാരുടെ വയസ്സിന്റെ റേഷ്യോ ഒരു 2:3 ആണെങ്കിൽ
2:3 എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലായിട്ട് എന്താണ്, അവരുടെ ആ വയസ്സ് തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഓക്കെ, അപ്പൊ അവരുടെ വയസ്സ് വേണമെങ്കിൽ എന്താവാം, 2, 3 ആവാം, അല്ലെങ്കിൽ 4, 6 ആവാം, അല്ലെങ്കിൽ അല്ല അല്ലേ അല്ലേ ഓക്കെ 6, 9 ആവാം, അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ 10, 15 ആവാം, ഇതെന്ത് വേണമെങ്കിലും ആവാം. അതായത് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു ബന്ധം 2, 3ന്റെയും ബന്ധം എന്താണ്, 2:3 ആണ്. അതിന് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഇതാണ് 2:3 ആണ്. ഈ 4ഉം 6 എന്ന് പറയുകയാണെങ്കിൽ 4:6 ആണ്, പക്ഷെ ബന്ധം നോക്കുന്ന സമയത്ത് ഇവിടെ 2നെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഡിവൈഡ് ബൈ 2 അപ്പൊ 4/2 എന്തായിരുന്നു 2, 6/2 എന്താണ് 3. ഇതന്നെയാണ് ഇത് അല്ലെ. ഇതിൽ ഏത് നോക്കുകയാണെങ്കിലും ഇത് ഇതേപോലെ വരുള്ളൂ. 10ഉം 15 എന്ന് പറയുന്ന സമയത്ത് 10:15 ആണല്ലോ. അപ്പൊ ഇതിനെ 2നെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്ത് വരും, 2:3 എന്ന് വരും. കണ്ടോ, അതായത് അവർ തമ്മിലുള്ള ഒരു ബന്ധം എപ്പോഴും എന്ത് ചെയ്യും, ആ 2:3 ആണെങ്കിൽ 2:3 ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഇതാണ് ബേസിക് ആയിട്ട് റേഷ്യോ എന്ന് പറയുന്നത്. കുഴപ്പമില്ല. അപ്പോ എടാ, സാലറീസ് ഓഫ് രവി, അനിൽ ആൻഡ് കവിത ആർ ഇൻ ദി റേഷ്യോ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. വെറുതെ എക്സും വൈയിലേക്കൊന്നും പോകാതെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാം. അപ്പൊ നോക്കടാ, 1:3:6. ഇവിടെ ആക്ച്വലി ഞാൻ കാര്യം ചോദിക്കട്ടെ, എനിക്ക് എങ്ങനെ 2, 3, 4, 6, 6, 9, 10, 15 ഇതൊക്കെ എങ്ങനെ പെട്ടെന്ന് കിട്ടി? എങ്ങനെ കിട്ടി? എന്ത് ഇത് ഞാൻ ഇവിടെ ഓരോന്നിനും ഇപ്പൊ ഇതിനെ വേണമെങ്കിൽ ഇതിനെ അതുപോലെ വെച്ചു. ഇപ്പൊ 4/6 എങ്ങനെ കിട്ടി? ഇതിനെ × 2 ചെയ്ത സമയത്ത് ഇവിടെ 4/6 കിട്ടി. ഇവിടെ × 3 ചെയ്ത സമയത്ത് 6/9 കിട്ടി. × 5 ചെയ്ത സമയത്ത് 10/15 കിട്ടി. അതായത് ഇത്ര ഉള്ളു ബേസിക് ആയിട്ട്. നമുക്ക് ആ നമ്പേഴ്സിനെ ഏത് നമ്പർ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എന്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പുറത്തും ചെയ്യണം. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോ 1:3:6 ആയതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് എന്ത്, ഒരു 100 കൊണ്ടുണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 50 കൊണ്ടോ 25 കൊണ്ടോ ഏത് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം. കോയി ബാത്തിനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ 1:3:6 ആകുന്നതുകൊണ്ട് ഞാൻ എല്ലാത്തിനും എന്ത് ചെയ്യാൻ പോകണം, ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യത്തെ ആളുടെ എന്താ വരും, 100. രണ്ടാമത്തെ ആളുടെ 3 300. മറ്റേ എന്തായിട്ട് വരും, 600. അതായത് രവിന്റെ സാലറി 100 രൂപയാണ്, അനിലിന്റെ സാലറി എത്രയാണ്, 300 രൂപയാണ്, കവിതയുടെ സാലറി 600 രൂപയാണ്. ടീക്ക്. എന്നിട്ട് പറയാണ് ഓരോ ആൾക്കാരുടെ സാലറി 5% വെച്ച്, ആദ്യത്തെ ആളുടെ 5% വെച്ച് കൂടുണ്ടെന്ന് പറഞ്ഞാൽ 100ന്റെ 5% എത്രയാടാ, 5 തന്നെ. അപ്പൊ 5 കൂടുണ്ടെന്ന് പറഞ്ഞാൽ 100 100 + 5 105 ആയിട്ട് മാറി. ഓക്കെ സാറേ, പ്രശ്നമില്ല. ഇനി അടുത്ത് 300ന്റെ 10% കൂടുണ്ടെന്ന് പറഞ്ഞാൽ 300ന്റെ 10% എത്രയാണ്, സിമ്പിൾ അല്ലെ, 30. ഇപ്പൊ എത്രയും മാറും, 330. ഇനി അടുത്ത് 600ന്റെ എത്ര ശതമാനമാണ്, 15%. 600ന്റെ 15% എന്ന് പറയുമ്പോൾ എത്രയാണ്, 90 ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 90 ആയതുകൊണ്ട് 600ഉം 90ഉം 690. ടീക്കെ. അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദി ന്യൂ റേഷ്യോ ഓഫ് ദിയർ സാലറി എന്നുള്ള, അതായത് ഇവരുടെ പുതിയ സാലറി ഉണ്ടല്ലോ, ആ പുതിയ സാലറിന്റെ റേഷ്യോ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 105, 330, 690 ആയിരുന്നു അല്ലേ. 105 അല്ലേ, 105 പ്രശ്നമൊന്നുമില്ലല്ലോ. 10 ഓക്കെ. അപ്പൊ എന്താണ്, 105, 330, 690 അല്ലേ. ഇത് നോക്കടാ, ഈ ആൻസറാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മൾ ആൻസർ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അതായത് റേഷ്യോ നമുക്ക് ഏതൊരു കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കോൺസ്റ്റന്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല. എന്ത് ചെയ്താൽ മതി, ഒരാളെ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം. ഓക്കെ, അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കരുത്. അപ്പം ഇവിടെ 5 കൊടുക്കുക, എല്ലാത്തിനും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നിരിക്കാം. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് തൊട്ടും 21 അല്ലേ. ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ 7 × 5 6 × 5 30. അപ്പോൾ 30 ഇപ്പോൾ 66 എന്ന് വരും. ഇവിടെ ആണെങ്കിലോ 1 19 9 5 15 41 38 ഇതെല്ലാം കിട്ടാം. ഓക്കെ, ഇനി വീണ്ടും ചെയ്യാൻ പറ്റില്ലേ, ഞാൻ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യാൻ പോകണം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇവിടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റിയ ഒരു നമ്പർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെങ്ങനെ പെട്ടെന്ന് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായത് ഇത്ര നോക്കിയാൽ മതി. ഒരു നമ്പർ 3 കൊണ്ട് യൂസ്ഫുൾ ആണോ അല്ലേ നോക്കാൻ ആ നമ്പേഴ്സിനെ എല്ലാവരെയും പിടിച്ച് ആഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആ നമ്പർ കിട്ടുന്ന ഉത്തരം ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഉത്തരം എന്തായിരിക്കും, ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും. അപ്പോൾ 1 3 4 ആണ്, 4 8 12 12 ഡിവൈഡ് ബൈ 3 ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നുണ്ട്. 4 ഉത്തരം. അങ്ങനെയാണെങ്കിൽ മൊത്തം 138നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് 7 എന്ന് വരും. ഇവിടെ വരുന്ന സമയത്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
എന്താ വരിക 22 എന്ന് വരും. ഇവിടെ വരുന്ന സമയത്ത് എത്ര വരിക? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 3 12 18 46 അല്ല, 7 22 46. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ദിവസം നോക്കടാ. 1/2 of a certain number is equal to 65% of second number. What is the ratio of first number to second number എന്നുള്ളതാണ് ചോദിക്കുന്നത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചെയ്തുതരാം. 1/2 of a certain number, അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ പകുതി അതാണല്ലോ 1/2. ആ നമ്പർ ഏതാണെന്ന് എനിക്കറിയാം, അറിയില്ല. നമ്പർ ഏതാന്ന് എടുത്തു? എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ആ 1/2 of x ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? 1/2 of a certain number. ഈ certain number ഞാൻ എന്താക്കി കൊടുത്തു? എക്സ് ആയിട്ട് കൊടുത്തേ. അതേപോലെ ഈ 65% ഓഫ് സെക്കൻഡ് നമ്പർ, ആ സെക്കൻഡ് നമ്പർ ഞാൻ എന്താക്കി കൊടുത്തു? ഒരു വൈ ആയിട്ട് കൊടുത്തു. മാത്സിൽ എപ്പോഴും ഇങ്ങനെ തന്നെ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എക്സും വൈ എന്നൊക്കെ പേരിട്ട് വിളിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, നത്തിങ് സീരിയസ്. അപ്പോൾ 1/2 of a certain number is equal to എന്താണ്? is equal to 65% ഓഫ് എന്താണ് മക്കളെ? ഓഫ് സെക്കൻഡ് നമ്പർ. ആ സെക്കൻഡ് നമ്പർ എന്താണ്? വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ആ എക്സും വൈൻ്റെയും റേഷ്യോ ചോദിച്ച് പറഞ്ഞുതരാം. അതായത് ഫസ്റ്റ് നമ്പറിന്റെയും സെക്കൻഡ് നമ്പറിന്റെയും റേഷ്യോ. ഫസ്റ്റ് നമ്പർ ഏതാണ്? എക്സ്. സെക്കൻഡ് നമ്പർ ഏതാണ്? വൈ. അപ്പൊ എക്സ് ഈസ് ടു വൈ ആണ് ചോദിക്കുന്നത്. മാത്സിൽ എക്സ് ഈസ് ടു വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ് ബൈ വൈ കണ്ടുപിടിച്ചാൽ മതി. എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ് ബൈ വൈ എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ ഓക്കെ, ഫൈൻ, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്നാണ് 1/2 x is equal to 65% ഓഫ് എന്ന് പറയുമ്പോൾ 65 ഡിവൈഡ് ബൈ 100 ഇൻറ്റു വൈ. നമുക്ക് എന്താ വേണ്ടി? എക്സും വൈയും. അതായത് ഇവിടെ ഉള്ളവന് ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ ഉള്ളവന് അങ്ങോട്ടും പോട്ടെ. മനസ്സിലായില്ലേ? ഇവിടെ ഇൻറ്റു വൈ ആണ്, അത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എന്തായിട്ട് വരും? ഡിവൈഡ് ബൈ വൈ. ഇനി ഈ ഡിവൈഡ് ബൈ 2 വേണ്ട, ഒരു അധികപ്പറ്റാണ്. നമുക്ക് എക്സ് ബൈ വൈ മാത്രം മതി, ആവശ്യമുള്ളവരെ മാത്രം മതി. അപ്പോൾ ഡിവൈഡ് ബൈ 2 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആയിട്ട് വരും. അപ്പോൾ 65 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 2. ഇതൊന്നും ക്യാൻസൽ ആയിപ്പോയി, 50. പ്രശ്നമുണ്ടോ? ഓക്കെ, 65ലും 50ലും നമുക്ക് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും? 5 കൊണ്ട്. ഇവിടെ 13, ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 10. അപ്പൊ എക്സ് ബൈ വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? എക്സ് ബൈ വൈ ഈക്വൽ ടു 13/10 ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എക്സ് ഈസ് ടു വൈ എന്താണ്? 13:10. ഓക്കെ, പ്രശ്നമില്ലല്ലോ. അടുത്ത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് ചെയ്ത് നോക്കിയേ. ഒന്ന് ഞാൻ പറയാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, എന്നാലും ഒന്ന് ആലോചിച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇതിൻ്റെ ഒക്കെ ഒരു ഉത്തരം പറയുകയാണെങ്കിൽ കാണുമ്പോൾ 62, 80, 92, 56 എന്നൊക്കെ പറയെങ്കിലും നോക്കി പറയാൻ പറ്റും. നോക്കടാ, ഇഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ 62% ആൻഡ് 80% ഓഫ് എ നമ്പർ ഇസ് 198. അതായത് ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിന്റെ 80%ഉം 62% നമ്മളുടെ ഡിഫറൻസ് എന്താണ്? 198 ആണ്. നമ്പറിന്റെ കാര്യമൊക്കെ ഇവിടെ. എടാ, ഈ 80%ഉം 62% നമ്മളുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80ഉം 62 നമ്മളുടെ ഡിഫറൻസ് 18 ആണല്ലോ. അപ്പൊ 80% 62% നമ്മളുടെ ഡിഫറൻസ് എന്താണ്? 18%. ഓക്കെ, ആ 18% എന്തെന്ന് പറഞ്ഞേ? ടീക്ക്. അടുത്ത്, then the difference between 92% and 56%. 92ഉം 56ഉം നമ്മളുടെ ഡിഫറൻസ് എന്താണ്? 36 ആണ്. അപ്പൊ 92%, 56% നമ്മളുടെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 36%. എടാ, മനസ്സിലായില്ലേ? അതേ മാറ്റം എന്ത് ചെയ്യാം? ഇവിടെയും വരുത്താം. ഇവിടെ ഇൻറ്റു 2 ആണ് ചെയ്തത്, അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 2 ചെയ്യാം. അല്ലേ? അപ്പൊ എന്ത് കിട്ടും? 16 9 3 എന്ന് കിട്ടും. 396. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് each edge of a cube is increased by 25%, what is the percentage change in volume of it എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഒരു ക്യൂബ് ഉണ്ട്, ഇത് നമ്മൾ PCG പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മൾ പറഞ്ഞത് കുറച്ച് സിമ്പിൾ കേസാണ്. പക്ഷെ ഇവിടെ കുറച്ച് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് കാണുമ്പോൾ മനസ്സിലാവും. ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ്, ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലായില്ലേ? ഒരു ക്യൂബ് എല്ലാ സൈഡും ഇതാണ് ക്യൂബ്, നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താണ്? ഇത് എ. അപ്പൊ ഇതിന്റെ പെർസെന്റേജ് ചേഞ്ച് ഇൻ വോളിയം ആണ് ചോദിച്ചത്. ഇത് ഞാനൊരു സൈഡ് ലെങ്ത് ഒരു എ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ വോളിയം എന്താണ്? ഇത് എ എല്ലും എ ആയിരിക്കും. അപ്പൊ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് A³ ആണ്. ഓക്കെ, അപ്പോൾ വോളിയം എന്ന് പറയുമ്പോൾ A³ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി കൂടെ? A × A × A എന്ന് എഴുതി കൂടെ?
പറ്റും, കുഴപ്പമില്ല. ഇത് പറയുന്നത് ഇഫ് ഈച്ച് എഡ്ജ് ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% എന്നാണ് പറയുന്നത്. അതായത് ഈ എ എന്ന് പറയുന്നത് 25% വെച്ചിട്ട് കൂടുന്നുണ്ട്. അതായത് ഇവനും 25 കൂടുന്നുണ്ട്, ഇവനും 25 കൂടുന്നുണ്ട്, 25% കേട്ടോ, ഇവനും 25 കൂടുന്നുണ്ട്. 3 ആൾക്കാരും 25 വെച്ച് കൂടുന്നുണ്ട്. മനസ്സിലായില്ലേ? പ്രൊഡക്റ്റിൽ PCG രണ്ടാമത്തെ അപ്ലിക്കേഷൻ ആ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യുന്ന സമയത്ത് ഏരിയ ഈക്വൽ ടു L/P, L ഇത്ര കൂടുന്നുണ്ട്, ബ്രെഡ്ത്ത് ഇങ്ങനെ കൂടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം 100 ആയിട്ട് എടുക്കും. 25% കൂടുന്നുണ്ടെന്ന് പറയുമ്പോൾ 25% കൂടുന്നുണ്ടെന്ന് പറയുന്ന സമയത്ത് എന്തായിട്ട് വരും? 100 + 25 125 ആയി. ഇനി വീണ്ടും ഇത് മാത്രമേ തീരുമാനമായിട്ടുള്ളൂ. ഇനി ഇയാളെ നോക്കണം, ഇയാളെ നോക്കണം. ഇപ്പൊ ഇവിടെ 25% വീണ്ടും കൂടട്ടെ. ഈ 25% എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ചെയ്തു നോക്കണ്ട, മൈൻഡിൽ വന്നാൽ മതി ഉത്തരം. കാര്യം 25% എന്ന് പറയുമ്പോൾ എന്താണ്? 1/4 ആണ് അല്ലേ? അപ്പം ഇതിന്റെ 25% എന്ന് പറയുമ്പോൾ ഇതിന്റെ 1/4, 125ന്റെ 1/4 എന്ന് പറയുമ്പോൾ എത്ര വരിക? 31.25 വരും. ചെയ്ത് നോക്കിയാൽ മതി. 1/4 വേണമെങ്കിൽ ചെയ്തു തരാം. 1/4 ഓഫ് 125 31.25. ഓക്കെ, കുറച്ച് ചെയ്യാനുണ്ട്. 31.25. അപ്പൊ 125 31.25 ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് 156 അല്ലേ? 156.25 കഴിഞ്ഞോ? ഇല്ല. ഇതിപ്പോ 2 ആയിട്ടുള്ളൂ. ഇയാളുമായി ഇനിയും ചെയ്യാണ്ട്. ഈ 25 കൂടി ആഡ് ആവാണ്ട്. അപ്പോൾ എന്താ, വീണ്ടും 25 ആഡ് ആവട്ടെ. ഇത് കുറച്ച് എന്താ പറയാ, ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ആ കാൽക്കുലേഷൻ്റെ ഒരു ഭാഗം മാത്രം. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗം മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ. അതൊന്നും ചെയ്ത് നോക്കിയാൽ 156.25 25% ആണല്ലോ. ചെയ്ത് നോക്കുകയാണെങ്കിൽ എത്ര കിട്ടും? 1/4 ഓഫ് എന്നുള്ള രീതി ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 31 എന്ന രീതിയിൽ കിട്ടും അല്ലേ? നോക്കട്ടെ. 1/4 ഓഫ് 25% ഓഫ് 156 അല്ല. അപ്പോൾ 1/4 ഇൻറ്റു 156.25, അതായത് 15ൽ 3 4 12 ഡിവൈഡ് ചെയ്ത് വയ്ക്കാം. 3 12 36 വരും. 36 വരുമ്പോൾ 39 വരും അല്ലേ? 39.0 ആ രീതിയിലാണ് വരുന്നത്. 39.0 എന്നുള്ള രീതിയിലാണ് ആൻസർ വരുന്നത്. അപ്പം ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒരു 39 ആണെന്നുണ്ട് വിചാരിക്കാം. 39.0 ആ രീതിയിലാണ് വരിക. അപ്പോൾ 186 വീണ്ടും 39 കൂട്ടാം. അപ്പം എത്ര കിട്ടും? 195 സംതിങ് ആ രീതിയിലാണ് വരിക. ഒരു 3 എന്നുള്ള രീതിയിലാണ് ആൻസർ വരിക. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്തെ 100-ലായിരുന്നു തുടങ്ങിയത്. 100-ൽ തുടങ്ങിയിട്ട് 195.3 എത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? 95.31% അവിടെ കൂടിയത്. 95.31%. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അതാണ്. ഓപ്ഷൻ ഡി ആണ്. പോയോ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. ആകെ ഒരു 5 ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്. നമ്മൾ അടുത്ത പാർട്ടിൽ നോക്കും. അപ്പൊ ഈ ഒരു പാർട്ടിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഫസ്റ്റ് കാണുന്ന സമയത്ത് മനസ്സിലാവാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. അതെന്ത് ചെയ്യുക, ഒന്ന് വീഡിയോ ഞാൻ പറയുന്ന എക്സ്പ്ലനേഷൻ കണ്ടതിന് ശേഷം ഒന്ന് പോസ് ചെയ്യുക. പോസ് ചെയ്തതിന് ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഒന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ നോക്കുക. ആ ഒരു അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഓക്കെ, ശരി, ഓൾ ദി ബെസ്റ്റ്.